ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പിന് ഇറങ്ങാണ് കേട്ടോ. ഇതാ രാവിലെ 7 മണിയാണ്. നമ്മൾ കാറെടുത്ത് ഇറങ്ങി കേട്ടോ. ഇതാ വീടൊക്കെ പൂട്ടി എല്ലാം സെറ്റായി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. വണ്ടിയെല്ലാം എടുത്താണ് പോകുന്നത്. വണ്ടിയെടുത്ത് പോകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് മെല്ലെ മെല്ലെ പോകാമല്ലോ, അങ്ങനെയാണ് എടുത്തത്. ട്രെയിനിൽ പോകുന്നതാണ് കേട്ടോ സുഖം. പക്ഷേ ഇത് എന്താ പറയുക, മോനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി ഇതായി വണ്ടിയെടുത്ത് ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ കുടിക്കുക. നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വടകരയുള്ള ആര്യഭവനിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്. നല്ല ഫുഡായിരുന്നേ. ട്രെൻഡ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ഫുഡാണ്, ഒരു കുഴപ്പവും പറയാനൊന്നുമില്ല. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ വെജിറ്റേറിയൻ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളിത് വടയും പിന്നെ നൂൽപ്പുട്ടും പൂരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം വന്നത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. അത് കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഇത് ഹൈവേയിലെ കൂടിയൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വലിയ തിരക്കുണ്ടായിരുന്നില്ല, രാവിലെ തന്നെ ഇറങ്ങിയോണ്ടായിരിക്കും. അപ്പോൾ ഇതാ ഞങ്ങളുള്ളത് മാഹി പെട്രോൾ പമ്പിലാണ്. മാഹിയിൽ പെട്രോളിന് നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇതെടുക്കാൻ റേറ്റിൻ്റെ കാര്യം ഇതൊക്കെ എടുക്കാൻ മറന്നു എന്നോട്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ടോളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടോളാണ്. നമ്മുടെ ഫാസ്ടാഗ് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ സിഗ്നൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്പർ അടിക്കാൻ പറഞ്ഞിട്ടോ നോക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നേരം ലാഗായി. അവിടെ കുറച്ച് നേരം നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, വേഗം മാക്സിമം തന്നെ സ്പീഡിൽ തന്നെ പോയി. നമ്മൾ ഫാസ്ടാഗ് കൂടുകയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റൂളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കമ്പൾസറി ആയിട്ട് നമ്മൾ ടോൾ കൊടുക്കണം എന്ന് അവിടെ ഉണ്ട്. പക്ഷേ ഒരുപാട് വണ്ടി സൈഡിലൂടെ റോഡിലൂടെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സൈഡിലൂടെ റോഡിലൂടെ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറയുകയാണ് ഫാസ്ടാഗിൻ്റെ ഇതില്ല, നിങ്ങൾ നമ്പർ അടിച്ച് നോക്കിയാൽ കിട്ടും, അതിൽ റീചാർജ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അത് അവർ അടിച്ച് നോക്കി ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളിതാ വീണ്ടും യാത്ര തുടങ്ങിയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ പോയി നടുവിൽ കുറച്ച് നേരം നിർത്തി കേട്ടോ. ഒരുപാട് ഡ്രൈവ് ചെയ്തപ്പോൾ മോന് ബാത്റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുമല്ല കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്കൊരു നിർത്താനൊരിതുണ്ടാവുമല്ലോ, അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് ഇതാ നിന്നു. അപ്പോഴാണ് അവിടെ ഒരു നല്ല വീടും അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു നായനെയൊക്കെ കണ്ടത്. അപ്പോൾ അതിനെ ഇങ്ങനെ നോക്കിയിരുന്നു. എനിക്ക് നായനെ ഭയങ്കര പേടിയാട്ടോ, അതുകൊണ്ട് ഞാൻ അതിനെ തന്നെ നിരീക്ഷിച്ച് നിൽക്കലായിരുന്നു അവിടെ. അതാ അതിൻ്റെ അടുത്ത് എന്തോ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തോ ഫാക്ടറിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. സ്ഥലം എവിടെയാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ജസ്റ്റ് ഇറങ്ങിയപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങി യാത്ര. അതാ സെക്കൻഡ് ഡോള്. അപ്പോൾ ഇതിങ്ങനെ അവിടെ ഇങ്ങനെ ഫാസ്ടാഗിൻ്റെ ഇത് അടിച്ചാൽ അവിടെ ഇങ്ങനെ വരും കേട്ടോ. എന്നാലാണ് നമുക്കതിൽ കിട്ടുക എന്നാണ് പറയുന്നത്. അവിടെ CCTVൻ്റെ ഇതിലുണ്ട്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് അവിടുന്ന് നമ്പർ പറഞ്ഞ് ഇതാ വീണ്ടും ഇറങ്ങി. കുറച്ച് ദൂരം, അതായത് മംഗലാപുരം ബോർഡർ എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാനുള്ളത് വന്നത്. ഇനി അങ്ങോട്ടേക്ക് നല്ല ഫുഡ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ കണ്ട് നല്ലൊരു ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ച്. ഇത് ഹോട്ടൽ മാത്രമല്ല കേട്ടോ, വിത്ത് ബാറും കൂടിയായിരുന്നേ. പക്ഷേ നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഫാമിലിക്കൊക്കെ ഉണ്ട്. ഫാമിലി റെസ്റ്റോറൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് കേട്ടോ അത്. സൈക്കിളിൻ്റെ മേലെ സോഡാ കുപ്പിയൊക്കെ വെച്ചിട്ട് നമ്മൾ പഴയ കാഴ്ചകളൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ അവിടെ ഒരു പങ്കായും തോണിക്കാരനൊക്കെ ഉണ്ടായിരുന്നു. മീൻ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാ നേരെ ഉള്ളിലേക്ക് കയറി. നല്ല ഫെസിലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു. നമ്മൾ സർവീസിനും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിതൊക്കെ അറേഞ്ച് ചെയ്യണം നമ്മൾ വന്നിരുന്നപ്പോൾ. അപ്പോൾ അതാ TV ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള. അവിടെ സൈഡിൽ കോർണറിലാണ് ബാറ് വരുന്നത്. പക്ഷേ നല്ല ഫാമിലിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു യാതൊരുവിധ അലമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഒന്നുമുള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതാ ഞാനും മോനും കൂടി ഉള്ളൊരു ചെറിയൊരു വീഡിയോ എടുത്തത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടില്ല. ബാറിൻ്റെ ക്ലോസപ്പ് എടുക്കാൻ വെച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കൊടുക്കുന്നതിന് പേടിച്ച് ഞാൻ വീണ്ടും ബാക്ക് അടിച്ചു. അവർ വിചാരിക്കില്ലേ അവരെടുക്കുകയെന്ന്, അത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ബാക്ക് അടിച്ച് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെന്താ, മോന് ഭയങ്കര ചിക്കൻ്റെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറി കഴിക്കില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. അപ്പോൾ ഗ്രിൽഡ് ഐറ്റംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. തന്തൂരി ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ തന്തൂരിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വാങ്ങി ട്രൈ ചെയ്ത്. അവരെന്നെ സർവ് ചെയ്ത് തരണമെന്ന് ചോദിച്ചു. അതുമാത്രം സർവ് ചെയ്യിച്ചു, ബാക്കിയൊന്നും സർവ് ചെയ്യേണ്ട, ഞങ്ങളെടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അവരെല്ലാം സർവ് ചെയ്തിട്ടാണ് കേട്ടോ, നീറ്റായിട്ട് എൻ്റെ ക്ലീനായിട്ടുള്ള സർവ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മളിതാ ബട്ടർ നാൻ, താൽക്കടുക്ക, ഇത് നീർദോശ കേട്ടോ. നീർദോശ 3 പീസാണ് ഉണ്ടാകുക ഒരു സെറ്റിൽ. പിന്നെ അതൊരു ഫിംഗർ ബൗളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം മണക്കിയാക്കി കൈയൊക്കെ നന്നായിട്ട് കഴുകി ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ വീഡിയോ. ജസ്റ്റ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും നമ്മളത് കണ്ടപ്പോൾ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ മോന് കുറച്ച് നേരം തോണിയിലൊക്കെ കയറിയിരിക്കണം, പങ്കായം കൊണ്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനൊരാഗ്രഹമല്ലേ, എന്തായാലും അവനെ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് കരുതി. ആരൊന്നും പറയുന്നൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ, അതുകൊണ്ട് തന്നെ അവനെ കളിക്കാൻ വിട്ടു കേട്ടോ. പക്ഷേ നല്ല കളിയിലാണ്, പങ്കായം കൊണ്ട് തുഴഞ്ഞൊക്കെ നോക്കുന്നത്. അതൊക്കെ TV കണ്ടതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പോകുമല്ലോ മീൻ വാങ്ങിക്കാനൊക്കെ. എൻ്റെ നാട്ടിൽ കൊയിലാണ്ടിയിൽ അണയിലെ കടവലത്തൊക്കെ ഞങ്ങൾ മീൻ വാങ്ങാനൊക്കെ പോകുന്നുണ്ട്. അപ്പം കാണുന്നതായിരിക്കും തുഴഞ്ഞിങ്ങനെ പോകുന്നതൊക്കെ, അതിങ്ങനെ നോക്കിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് സൈക്കിളിൻ്റെ ഭംഗി നോക്കാനാട്ടോ പോയത്. ഇങ്ങനെ മേലെ കയറുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു ആശാന്, പക്ഷേ സമ്മതിച്ചില്ല അയാൾ. കാരണം അവർക്ക് ഷോന് വെച്ചല്ലേ. ഇപ്പോൾ വലിയ മീനെ, ഞാൻ ഈ മീനിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂടെ വലിയ അത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ വീണ്ടും
യാത്ര തുടങ്ങി. ഒരു സൈഡിലെത്തിയപ്പോൾ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി ഒതുക്കിയതാണ് കേട്ടോ. കർണാടക എത്തി നമ്മൾ. കർണാടക ഉടുപ്പി സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ റൂം എടുക്കാണ്ട് രക്ഷയില്ല. ഇനിയിപ്പോൾ എങ്ങോട്ടേക്ക് വെച്ചിട്ടാണ് പോവുക. അപ്പോൾ റൂം എടുക്കാൻ വേണ്ടി വണ്ടി ഇങ്ങനെ സൈഡാക്കി. വണ്ടി സൈഡാക്കിയപ്പോൾ അതിൻ്റെ അടുത്ത് നല്ലൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തെടുത്തു. ഇവിടെ എങ്ങനെയാണല്ലോ നമ്മൾ അമ്പലം പോലെ ഇല്ലല്ലോ, ഫുള്ള് പ്രതിമകളും അങ്ങനെ എങ്ങനെയൊക്കെയാണല്ലോ, ഗോപുരങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് എടുത്ത് വെച്ചു. ഞാനിങ്ങനെ കർണാടക ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മോന് അരിയിൽ എഴുതിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. ചെന്നൈ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ടെമ്പിളൊക്കെ കാണലുണ്ട്. എൻ്റെ ഏച്ചി ചെന്നൈയിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ അങ്ങനത്തെ ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണലുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാണില്ലാന്നേ ഉള്ളൂ. ഇപ്പോൾ ദാ ഹസ്ബൻഡ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ശ്രദ്ധിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ അലമ്പാക്കുന്നുണ്ടെങ്കിലും മൂപ്പരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ലോങ് ഡ്രൈവല്ലേ, ഉണ്ടായിരിക്കും ജസ്റ്റ് മയങ്ങിപ്പോയാൽ പോരെ, കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതാ നമ്മളിത് ഉടുപ്പി ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഉടുപ്പി ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കവാടങ്ങളാണ്. ഒരുപാട് കവാടങ്ങളുള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ഷേത്രം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്ഷേത്രം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയില്ല, ക്ഷേത്രത്തിൻ്റെ ഒരു ഇത് പ്രതിനിധി കൊടുത്തിട്ടുള്ള അമ്പലം. നമുക്കൊക്കെ അറിയണ്ടോ ക്ഷേത്രത്തിനെ പറ്റിയിട്ട്. ഭയങ്കര ഫേമസ് ആണ് അമ്പലം. അങ്ങനെ ഇതാ നാളെ രാവിലെയാണ് കേട്ടോ ഞങ്ങൾ ദർശനത്തിന് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അമ്പലത്തിലേക്ക് പോകുമ്പോൾ നോൺ വെജ് തരുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റൊക്കെ വരുന്നത്. പക്ഷേ നമ്മൾ തലേന്ന് അതിനെക്കൊണ്ട് കഴിച്ചതേ ഉള്ളൂ. പിന്നെ പിറ്റേന്ന് ദർശനത്തിന് പോകുമ്പോൾ കഴിച്ചിട്ടൊന്നും പോകില്ലല്ലോ, കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ അല്ലേ പോകുള്ളൂ. അപ്പോൾ ഇതാ ഓരോരോ കവാടങ്ങളിൽ ഓരോരോ പിക്ചേഴ്സാണ് കേട്ടോ ഉള്ളത്. ഓരോന്നിൻ്റെ തേരും, അതായത് അമ്പലത്തിൻ്റെ പ്രതിഷ്ഠേൻ്റെ രൂപവും അങ്ങനെ സാക്ഷസനും അങ്ങനെ ഒരുപാട് കവാടങ്ങൾ കടന്നുള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട് ഓരോ കവാടവും. ഒരുപാട് വണ്ടിയും പോകുന്നുണ്ട്. നോർമലായിട്ടുള്ള ആൾക്കാരും ഇതൊക്കെ അതല്ല, നോർമലായിട്ട് നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ കവാടം കാണുമ്പോഴും ഞാൻ ഫോൺ താഴെ വയ്ക്കും, വീണ്ടും ഒരു കവാടം വേണ്ടുമ്പോൾ വീണ്ടും എടുക്കും. അങ്ങനെയായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. എത്ര കവാടം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ. അങ്ങനെ ദാ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ റൂം എടുത്തുനിന്ന് അങ്ങനെ നോക്കിയിട്ടാണ് എടുത്തത്. കാരണം രാവിലെ കാറൊക്കെ എടുത്ത് പോകുന്നത് പ്രശ്നമായിരിക്കുമല്ലോ, ഇവിടെ പാർക്കിംഗ് കിട്ടുമോ എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ രാവിലെ നമുക്ക് സുഖമായിട്ട് നടന്നു പോകാമല്ലോ, ഈ ഒരു ഇതിനനുസരിച്ചാണ് എടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടൽ റൂമിൻ്റെ റിസപ്ഷൻ. നല്ല കുഴപ്പമൊന്നുമില്ലാതെ നല്ലൊരു ഹോട്ടലായിരുന്നു. നമ്മൾ ബുക്ക് മൈ ആപ്പിൽ നിന്നാണ് എടുത്തത് റൂം. അവിടെ അതിലൊക്കെ റേറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. നേരിട്ട് പോയി നമ്മൾ റൂം എടുക്കുന്നതിനെക്കാട്ടും വ്യത്യാസം ഉണ്ടാവും നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഇതാണ് റൂം. നല്ല നീറ്റായിട്ടുള്ള റൂമാണോ ഒന്നും പറയാനൊന്നുമില്ല. കുറച്ച് ഓൾഡ് ബിൽഡിംഗ് ആണേ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കുകയാണ്, അത് മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ട്. വേറെ ഒന്നുമില്ല. ടി വി ഒക്കെ ഉണ്ട്. അപ്പോൾ മലയാളം ന്യൂസ്, കർണാടകത്തിൽ ന്യൂസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മലയാളം ചാനൽ ആകെ 2-3 ചാനലേ ഉള്ളൂ കേട്ടോ. കൈരളീൻ്റെ എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു, മഴവിൽ മനോരമയും കിട്ടുന്നുണ്ട്. ബാക്കിയല്ലോ കർണാടകത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 നിന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് റൂം. നമ്മുടെ റൂമിൽ മോൻ്റെ പോട്ടിയൊക്കെയാണ് കേട്ടോ. അവൻ ടോയ്ലറ്റിൽ ഇരിക്കുക, പക്ഷേ നമ്മളിത് വെച്ച് കൊടുത്തിട്ടാണ് ആൾക്കൊരു എയിമുണ്ടാവും, അതുകൊണ്ട് അത് കൊടുത്തിട്ടാണ് വന്നത്. ഇതാണ് അവിടുത്തെ ഫുഡ് മെനു. ഇതിൻ്റെ മുകളിലെ പബ്ബുണ്ട്, പാർട്ടി ഹാളുണ്ട്, ബാറുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മേലെയാണ് പ്രശ്നം. പക്ഷേ ഒരുപാട് നമ്മുടെ അടുത്തുള്ള റൂമിലൊക്കെ ഫാമിലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമുള്ള ഏരിയ ഒന്നും അല്ല. നമ്മൾ ബുക്ക് മൈ ആപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ആദ്യം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഷോക്കായി, അയ്യോ ഇങ്ങനെ ഒരു ഏരിയ ആണ് എടുത്തതെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒരു പ്രശ്നവുമില്ല. ഇത് താഴെ നടക്കുന്നുണ്ട്, നമ്മൾ മേലെയാണ്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി ജസ്റ്റ് വൈകുന്നേരം ഒന്ന് നടന്ന് ഫുഡൊക്കെ കഴിച്ച് വരാൻ പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അവിടെ ഇങ്ങനെ പുകയ്ക്കുന്നുണ്ടായിരുന്നേ, സാമ്പ്രാണി പുകയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അതെടുത്തതാണ് കേട്ടോ. ആളിതാ കണ്ടോ എല്ലാ റൂമിലേക്കെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന റൂമിലേക്കല്ല, അവരിങ്ങനെ ഓരോന്ന് വെക്കുന്ന റൂം ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ കൊണ്ടുവച്ച് പുകയ്ക്കുകയും ബാൽക്കണിയിലൊക്കെ പുകയ്ക്കുകയായിരുന്നേ. എൻ്റെ പുകേൻ്റെ ആവശ്യമൊക്കെ ദൂരോട്ട് നോക്കിയാൽ കാണാം. നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ്. നമുക്ക് എന്താ പറയുക, അമ്പലത്തിൽ ഇപ്പോഴേ പോകുന്നൊരു പ്രതിനിധിയൊക്കെ തോന്നും. അവിടെ ഇങ്ങനെയാണെന്നാണ് എല്ലാവരോടും ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ താഴത്തുള്ള റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ചെന്ന് നോക്കി, പക്ഷേ ഓപ്പൺ ആയിട്ടില്ല, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് നടക്കാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിലൂടെ കേട്ടോ, നമ്മളിങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചു കുറച്ചേ ഉണ്ടാവുള്ളൂ അങ്ങോട്ട് നടക്കുന്നവരെ. പക്ഷേ ഇവിടെയൊക്കെയാണ് കുറച്ചായിട്ടുള്ളത്. അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ കൈ തരിക്കും ഓരോന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. ഓരോന്നിൻ്റെ റേറ്റ് കേൾക്കുമ്പോഴും ഓരോന്ന് കാണുമ്പോഴൊക്കെ പെണ്ണുങ്ങളെ സ്വഭാവമാണല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇനി വാങ്ങിക്കിട്ടേ നമുക്ക് ലഗേജിൽ കൊള്ളുകയില്ല. പിന്നെ എല്ലാം ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകാനും പറ്റില്ലല്ലോ അല്ലേ. എന്നാലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ റൂട്ടാണ് കേട്ടോ, എൻ്റെ വഴിയാണ്. നമുക്ക് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, വളരെ അടുത്താണ് അമ്പലം. അപ്പോൾ ജസ്റ്റ് ഉള്ളിൽ കയറുന്നില്ല കേട്ടോ, ജസ്റ്റ് പുറത്തുകൂടി എല്ലാം കണ്ട് വരാമെന്ന് വിചാരിച്ചു. ദർശനത്തിന് എവിടെയാണ് നിൽക്കേണ്ടതെന്നും എന്താണെന്നൊക്കെ നോക്കിയിട്ട് വരാമല്ലോ, അങ്ങനെ കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ നാളെ രാവിലെ പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അവിടെ തന്നെ പോയി നിന്നാൽ മതിയല്ലോ. അവിടെ അന്വേഷിച്ചപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഇവിടുന്ന് ദർശനം എത്ര മണിക്കാണ് പോകണ്ടേ, എത്ര മണിക്കാണെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു 5 മണി തൊട്ട് ഉണ്ടാവും,
5 മണിക്കൊന്നും വന്ന് ആരും ഉണ്ടാവില്ല. വൈകുന്നേരമൊക്കെ ഭയങ്കര തിരക്കാണ്. നിങ്ങൾ രാവിലെ ദർശനത്തിന് വരുന്നതിന് ഞാൻ നല്ലതെന്ന് നോക്കിയാട്ടോ ഷോപ്പ് എന്ന് പറഞ്ഞേ. അപ്പോൾ ഹിന്ദി ഹസ്ബൻഡിനെ അറിയുന്നതിനെക്കൊണ്ട് ഹസ്ബൻഡാണ് ഇതൊക്കെ ചോദിക്കുന്നതൊക്കെ ആക്കുന്നതൊക്കെ. എനിക്ക് ഹിന്ദി വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും മിണ്ടാനൊന്നും പോയിട്ടില്ല. ഞാനിതൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാംഗ്വേജ് അറിയുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. ഹിന്ദിയൊക്കെ അറിയുന്നതുകൊണ്ട് നമുക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ അമ്പലത്തിലേക്ക് കിടക്കുന്നതിൻ്റെ അടുത്ത് വീണ്ടും ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അമ്പലത്തിൻ്റെ ഇതാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ ചെറിയ സ്വർണ്ണക്കടകളൊക്കെ കേട്ടോ. നമ്മളെ പോലെ ചില്ലിട്ടൻ്റെ ഉള്ളിലൊന്നുമല്ല സ്വർണ്ണക്കടകൾ. ഞാൻ ആദ്യം വിചാരിച്ചതോ മറ്റേ മുക്കുപണ്ടല്ലേ തിരുവരിപ്പൂന് അതാണെന്ന്. പക്ഷേ അല്ല കേട്ടോ, ഒക്കെ ജ്വല്ലറിയാൻ പോലും. അതിന് നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഇങ്ങനെ സാധാ ഇങ്ങനെ വെച്ചിരിക്കുന്ന ജ്വല്ലറിയൊക്കെ. അപ്പോൾ ഒരുപാട് വിത്തുകളൊക്കെ കണ്ടിട്ടോ. ഇവിടെയും കർഷകരുണ്ട്. 20 റുപ്യാണ് ഓരോ പാക്കറ്റിനും. അപ്പോൾ ഇതിങ്ങനെ മീനെ കണ്ടപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ, നല്ല രസം തോന്നി. നമ്മളെ വീട്ടിൽ അയലിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ബ്രാലില്ലേ, അതൊക്കെ അതിനെ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ. അതിങ്ങനെ ഓടിക്കളിക്കുന്ന പോലെയൊക്കെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നൊക്കെ പിടിക്കലുണ്ട്, അങ്ങനെ കിട്ടലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഓടിക്കളിക്കുന്നതൊക്കെ കാണും. അതേപോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ മോനെ അത് വേണമെന്ന് വെച്ചാൽ ഓൻ എന്തെങ്കിലും ഒരു കളിസാധനം വാങ്ങിത്തരണം പറഞ്ഞിട്ടാട്ടോ വരുന്നത്. എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്ത ആൾ ഹാപ്പിയാണ്. പിന്നെ ഒന്നും ചോദിക്കുകയൊന്നുമില്ല. പക്ഷെ അത് ആദ്യം പറയണം കേട്ടോ, ഒറ്റയൊന്നേ വാങ്ങിത്തരൂ, പിന്നെ ചോദിക്കരുത് എന്ന്. ആദ്യം പറഞ്ഞ് ചട്ടം കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ അത് ആദ്യം തന്നെ കിട്ടുകയും വേണം, കിട്ടി അപ്പം റൂമിലേക്ക് പോവുകയും വേണം ആശാന്. കാരണം അത് വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് നേരം ക്ഷമ ഒന്നുമില്ല, അങ്ങനെ കൈ പിടിച്ച് നിൽക്കുക. അത് തുറന്ന് നോക്കി അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കിട്ടിയും പാടെ റൂമിൽ പോകുന്നത്. എന്നാൽ ശരി മെല്ലെ പോകുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞാൽ അതും കേൾക്കില്ല. അവൻ അപ്പം തന്നെ വേണം, മറന്നു പോകും, നിങ്ങൾ വാങ്ങിത്തരില്ല എന്നൊക്കെയുള്ള സംശയമാണ്. പിന്നെയും ചാൻസ് കിട്ടിയാൽ ചോദിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതൊക്കെ ദൈവങ്ങളെ ഫോട്ടോത്തിന് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാനൊന്നും വാങ്ങിയില്ല. ഒരുപാട് കമ്മലും മാലകളും ആയിരുന്നേ. പക്ഷേ റേറ്റ് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത കേട്ടോ, കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടിലേക്കാട്ടൊക്കെ കുറച്ച് കുറവ് തന്നെയാണ്. വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. നല്ല ബാഗുകളും പിന്നെ ഓരോരോ സെക്ഷനിൽ ഓരോരോ ഇതായിരുന്നു കേട്ടോ. ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ണിങ്ങനെ കഴിക്കുകയെന്നല്ല, നമ്മളെ കണ്ണിങ്ങനെ തരിക്കുന്നൊക്കെ പറയില്ലേ, കൈയൊക്കെ തരിച്ചിങ്ങനെ വരിക വാങ്ങണം എന്നുള്ളത്. ഞാൻ ഒരു 2-3 സെറ്റ് കമ്മൽ വാങ്ങിയിട്ടു. എനിക്ക് കമ്മൽ ഭയങ്കര ക്രേസാണ്. എവിടെ കണ്ടാലും നല്ലത് കിട്ടുമ്പോൾ ഞാൻ വാങ്ങി വെക്കും. എല്ലാ ഡ്രസ്സിനും മാച്ചായിട്ടുള്ള കമ്മൽ വേണം എന്നാണ്. ഹസ്ബൻഡ് ഇങ്ങനെ പറയും, ഇത് എത്രാമത്തെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നത്. പക്ഷേ എൻ്റെ കൈ എന്താണെന്ന് അറിയില്ല, കമ്മലിലേക്കേ പോകുള്ളൂ. അപ്പോൾ ഏച്ചിക്കും 2 കമ്മലൊക്കെ വാങ്ങി കേട്ടോ. എനിക്ക് വാങ്ങുമ്പോൾ എൻ്റെ ഏച്ചിക്കും വാങ്ങി. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഏട്ടനാണുള്ളത്, കൊണ്ട് നമുക്ക് ഇതൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഏച്ചിക്ക് മാത്രം വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇങ്ങനെ കരകൗശലത്തിൻ്റെ കടകളും ഇത് ഓരോ തേരുകളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. ഇതൊരു അവിടെ അമ്പലം പ്രതിഷ്ഠിച്ച ആളുടെ ഇതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്താണെന്ന് നമുക്ക് അറിയില്ല, അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്നാണ്. ഈ അമ്പലത്തിനുള്ളിലാണ് എന്താ പറയുക പ്രതിഷ്ഠിച്ച ആളിരിക്കുന്നത്. അപ്പോൾ 2 രാക്ഷസന്മാരൊക്കെ മുന്നിൽ കാവലൊക്കെ നിർത്തിയിട്ടാണുള്ളത്. ഇതിൻ്റെ ഉള്ളിലും ദർശനത്തിന് പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഇതെല്ലാം മെയിൻ അമ്പലം അപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഒരു രൂപമുണ്ട്. അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടെന്നല്ലാണ്ട് തൊഴിഞ്ഞൊന്നും കണ്ടില്ല കേട്ടോ ആരും. അപ്പോൾ ഒരു ആക്റ്റീവൊക്കെ ഇങ്ങനെ വെച്ച് മോൻ ചോദിക്കുന്നത് ഇതിന് ആക്റ്റീവ ദൈവത്തിന് കയറി പോകാനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഞാൻ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ബ്രാഹ്മണൻസൊക്കെ വരുന്നുണ്ട് അമ്പലത്തിലായി ബന്ധപ്പെട്ട്. അതിൻ്റെ ഉള്ളിൽ എന്തോ പൂജയോ എന്തൊക്കെയോ ഉണ്ടായതിനെ മണിയടിയൊക്കെ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഒരു ഗോപുരത്തിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഭജന പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് എപ്പോഴും ഉണ്ടാവേ, രാവിലെ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്നു, വൈകുന്നേരം ആയാലും ഉണ്ട്. ഇതിപ്പോൾ അവിടെ ഇങ്ങനെ നിർബന്ധമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതിങ്ങനെ നമ്മൾ അമ്പലത്തിൽ പാട്ട് വെക്കുന്ന പോലെയാണെന്നാണ് തോന്നുന്നത്. അതിങ്ങനെ അവിടുന്ന് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കവർ ചെയ്ത് പോവുകയാണ് കേട്ടോ. ഇവിടെ എന്തോ ടിക്കറ്റോ എന്തോ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വഴിപാടിൻ്റെ ഷീട്ടാക്കലാന്ന് തോന്നുന്നു, അറിയില്ല സർ. ഇത് അതിൻ്റെ അടുത്തുള്ള വേറൊരു അമ്പലമാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഓരോ ഭാഗവും തിരഞ്ഞുകൊണ്ടും ഓരോ വിഷ്വൽസ് എടുത്തുകൊണ്ടും ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അതിനുള്ളിൽ കൂടി ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ സാധനം വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട്, അമ്പലത്തിൽ വരുന്നവരുണ്ട്, അങ്ങനെ സ്കൂൾ കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. പ്രദേശത്ത് അമ്പലത്തിലേക്ക് വരുന്നവർ മാത്രമൊന്നുമല്ല. ഇത് കണ്ടോ, വലിയ 2 തേരുകൾ. ഇതിൽ ദൈവത്തിനെ വെച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ പറയുന്നത്. അമ്പലം ചുറ്റിച്ച് ഉത്സവത്തിനോ അങ്ങനെ എന്തോ അവിടെ ഉത്സവത്തിനാണെന്ന് തോന്നുന്നു, അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഒന്നുമില്ല അവിടെ, അത് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ വലിപ്പവും കാര്യങ്ങളും ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർ അതിനെയൊക്കെ ഇങ്ങനെ തൊട്ട് തലയിൽ വെച്ചാണ് പോകുന്നത്. ദൈവം കയറുന്ന വണ്ടി ആയതുകൊണ്ടായിരിക്കും. ഞാൻ പിന്നെ അത് തൊടാനൊന്നും പോയില്ല കേട്ടോ. കാരണം നമ്മൾ കുളിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നാലും നോൺ വെജൊക്കെ കഴിച്ചതല്ലേ ഇന്ന്. അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്കൊന്നും അധികം പോയില്ല. കുറച്ച് ദൂരെ നിന്ന് സൂം ചെയ്തെടുത്ത വീഡിയോസാണ് കേട്ടോ ഇത് ഒരുപാട് തേരുകൾ തന്നെയാണ് ഇങ്ങനത്തെ ഉള്ളത് കേട്ടോ. തേര് എന്നാണ് എനിക്കറിയില്ല. എനിക്കറിയുന്ന പോലെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ശരിക്കും അവിടെ എന്തെങ്കിലും പറയുമായിരിക്കും, അറിയുന്നവർ കമൻ്റ് ഇടണേ. അപ്പം ഞാനിത് തേര് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകേണ്ടത്. പക്ഷേ ക്യൂ ഇവിടെയൊന്നുമല്ല, ക്യൂ അങ്ങ് അപ്പുറമാണ്. ഇത് നമ്മൾ പുറത്തിറങ്ങുന്ന വഴിയാണെന്നാണ് പറഞ്ഞത്. അതിനുള്ളിലാണ് ദൈവം. ഞാൻ ഇതിൻ്റെ അടുത്ത് പോയി എടുത്തല്ല, സൂം ചെയ്തെടുത്തതാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട. വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞെങ്കിലും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ കണ്ടോ, വലിയ ക്യൂ ആണ് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതങ്ങ്
അപ്പുറം വരെ ഉണ്ടായിരുന്നു കേട്ടോ ക്യൂ. അപ്പോൾ വൈകുന്നേരം ദർശനത്തിന് വരാൻ എന്തായാലും നന്നായി എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ വരികയാണെങ്കിൽ ഇത്ര നേരത്തെ വരണമായിരുന്നു. അപ്പോൾ അവിടെ എന്തോ പൂജ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലോസ് ആണ് കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ മാത്രമേ ഉള്ളിൽ ദർശനമുള്ളൂ. ഓരോ പൂജയ്ക്കും അവിടെ നട അടയ്ക്കുന്നതാണ്, അതായത് അവിടെ പോകാനുള്ള വഴി അടയ്ക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ കുറച്ച് ദൂരം നടന്നപ്പോൾ നല്ല വളേൻ്റെ കളക്ഷൻസ് കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് നല്ല ലാഭം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ സെറ്റിനൊക്കെ നല്ല പൈസ വരില്ല. ഇത് 50 റുപ്യേൻ്റെ സെറ്റാണ് കേട്ടോ എല്ലോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ പുതപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ ബ്ലാങ്കറ്റാണേ കണ്ടേ. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം. ഇതിനെക്കാട്ടും ലാഭം നമ്മളെ മിഠായി തെരുവിലാണ് കേട്ടോ. മിഠായി തെരുവിൽ ഇതിനെക്കാട്ടും ചീപ്പ് റേറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ശംഖും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് 2-3 കമ്മലൊക്കെ വാങ്ങി കൈ പിടിച്ചു. ബാഗ് കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ജസ്റ്റ് സാധനങ്ങൾ ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. 250 റുപ്യാണ് കേട്ടോ പറഞ്ഞേ. 250 റുപ്യക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 2 എടുത്ത് നോക്കിയപ്പോൾ 2 സിബ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു മതി എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 2 ഇടലിൽ സിബ് പോയാൽ പോയില്ലേ. സിബ് ഇടിച്ചാൽ മതി. എന്നാലും അങ്ങനെ നോക്കുന്നവർക്കൊക്കെ, കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ സുഖമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ചെറിയ മക്കളൊക്കെ ഉള്ളവർക്ക് കാറിലൊക്കെ വെക്കാൻ പറ്റും. ഇത് കണ്ടോ, വെറും 70 റുപ്യേൻ്റെ മാലയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എന്ത് രസമല്ലേ. എല്ലാവരും ഉണ്ട്. പക്ഷേ ഞാൻ മാല അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ എനിക്കുള്ളത് മോനും, പിന്നെ ആർക്ക് വാങ്ങിക്കാനാണ്. പക്ഷേ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചു. ആ വള എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ സാരീൻ്റെ കൂടെയൊക്കെ മാച്ച് ചെയ്യാൻ പറ്റിയ വള. ഞാൻ എൻ്റെ സാരീൻ്റെ നാളെ കൊടുക്കേണ്ട സെറ്റ് സാരിക്ക് പറ്റിയ വള ഉണ്ടോ എന്ന് തരണോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ കളർ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായത് ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തതാണ്. കണ്ടോ, ഒരുപാട് ബാഗൊക്കെ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ബാഗിനൊക്കെ ചെറിയ മക്കൾക്കൊക്കെ സൈഡ് ബാഗായിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടോ. വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ അത് അവിടെ കയറി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കയറുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് ക്ഷേത്രവും ചുറ്റുപാടും ഒക്കെ കാണാം. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് വേറൊരു റൂട്ടിലേക്ക്. അപ്പോൾ അത് സസ്പെൻസ് ആയിരിക്കട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.